മാറ്റിസ് കഫയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് എന്താണ് സോഷ്യോളജി സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതുന്നവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് +2. അപ്പോൾ കഴിഞ്ഞ 2 കൊല്ലങ്ങളിലായിട്ട് സോഷ്യോളജി സേ എക്സാമിന് ചോദിച്ചിട്ടുള്ള 1 വേർഡ്സും അതിൻ്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം 2024 ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യത്തെ 1 വേർഡ് ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് മലയാളത്തിലും കൂടി പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കാണാനായിട്ട് കൂടി ശ്രദ്ധിക്കുക കേട്ടോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു കോയിൻഡ് ദ ടേം സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ? ഇപ്പോൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറഞ്ഞ ടേം കൊണ്ടുവന്നത് CW മിൽസ് ആയിരുന്നു അല്ലേ. CW മിൽസ് ആണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറഞ്ഞ ടേം കൊണ്ടുവന്നത്. അടുത്ത രണ്ടാമത്തെ ചോദ്യം, നെയിം ദ ആന്ത്രോപോളജിസ്റ്റ് ഹു സ്റ്റഡീഡ് ദ വീക്ക്ലി മാർക്കറ്റ് ഇൻ ദൊറായ് വില്ലേജ്. ദൊറായ് വില്ലേജിനെ പറ്റി പഠിച്ച ആന്ത്രോപോളജിസ്റ്റ് ആരാണ്? ആൽഫ്രഡ് ജെല്ലാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ആൽഫ്രഡ് ജെല്ലാണ് ദൊറായ് വില്ലേജിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നത്. മൂന്നാമത്തെ ചോദ്യം, ഹു ഫൗണ്ടഡ് ദ സത്യശോധക് സമാജ്? അപ്പോൾ സത്യശോധക് സമാജ് എന്താണ് ഫോം ചെയ്ത വ്യക്തിയുടെ പേര് ജ്യോതിബ ഫുലെയാണ് കേട്ടോ. സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ജ്യോതിബ ഫുലെ. ഓക്കെ, ജ്യോതിബ ഫുലെയാണ് സത്യശോധക സമാജ് ഫോം ചെയ്തത്. ഇനി നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഐഡന്റിഫൈ ദ അഗ്രസീവ് ചൗനിസം ബേസ്ഡ് ഓൺ റിലീജിയസ് ഐഡന്റിറ്റി ഫ്രം ദ ഫോളോവിങ്. ഇതുപോലെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. മറ്റേ പബ്ലിക് എക്സാമിൻ്റെ PYQസിലൊക്കെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണിത്. ഓക്കെ, ഏതാണ് ഉത്തരം വരുന്നത്? നമ്മുടെ കമ്മ്യൂണലിസം ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്, കമ്മ്യൂണലിസം. ക്ലിയർ? ഓക്കെ, ഇനി അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ചീഫ് ആർക്കിടെക്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ അല്ലേ. നമുക്ക് ഓൾറെഡി അറിയാമെന്നുള്ള കാര്യമാണ്. ഡോക്ടർ BR അംബേദ്കർ ആണ് ആർക്കിടെക്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഇംഗ്ലീഷ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം, എന്നിട്ട് മലയാളത്തിലോട്ട് വരാം കേട്ടോ. ദ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ടെക്നോളജി ആൻഡ് പ്രൊഡക്ഷൻ ഈസ് കോൾഡ് ഡാഷ്. അതായത് നമ്മുടെ ടെക്നോളജിയിലും പ്രൊഡക്ഷനിലും ഉൽപ്പാദനത്തിലൊക്കെയുള്ള ഒരു വർധനവ് അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റിനെ, വളർച്ചയെ നമുക്ക് എന്തായിട്ട് പറയാം? യെസ്, മോഡേണൈസേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം. മോഡേണൈസേഷൻ എന്നാണ്. നമ്മുടെ ടെക്നോളജി പ്രൊഡക്ഷനൊക്കെ കൂടുകയാണെങ്കിൽ അതിനെ നമുക്ക് മോഡേണൈസേഷൻ എന്ന് പറയാം. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ സോഷ്യോളജിസ്റ്റ് ഹു എലാബറേറ്റ്സ് ദ മോഡേൺ ഫ്രെയിം വർക്ക് ഓഫ് ചേഞ്ച് ഇൻ കൊളോണിയൽ ഇന്ത്യ. ഇപ്പോൾ കൊളോണിയൽ ഇന്ത്യയിൽ എന്താണ് മോഡേൺ ഫ്രെയിം വർക്ക് ഓഫ് ചേഞ്ച്, ആ മാറ്റത്തെ പറ്റിയിട്ട് പറഞ്ഞ എന്താണ് സോഷ്യോളജിസ്റ്റ് ആരാന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് സതീഷ് സാബർവാൾ ആണ് കേട്ടോ. സതീഷ് സാബർവാൾ ആണ്. ഒരു മിനിറ്റ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. അതായത് ആ ഒരു ചേഞ്ചിനെ പറ്റിയിട്ട്, കൊളോണിയൽ ഇന്ത്യയിലെ മാറ്റത്തെ പറ്റിയിട്ട്, സൊസൈറ്റിയിൽ ആ ഒരു ചേഞ്ചിനെ പറ്റിയിട്ട് പറഞ്ഞ സോഷ്യോളജിസ്റ്റാണ് സതീഷ് സാബർവാൾ എന്ന് പറയുന്നത്. അതൊരു ഷോർട്ട് എസ്സേ ലെവലിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സതീഷ് സാബർവാൾ പറഞ്ഞ കുറച്ചധികം കാര്യങ്ങളുണ്ട്, ഒരു വലിയ ടോപ്പിക്കാണ്. അത് പഠിച്ച് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. ഓക്കെ, ഇനി എട്ടാമത്തെ ചോദ്യം, ദ ഗവൺമെൻറ് ഈസ് ട്രൈങ് ടു സെൽ ഇറ്റ്സ് ഷെയർ ഇൻ സെവറൽ പബ്ലിക് സെക്ടർ കമ്പനീസ് ഈസ് കോൾഡ് ഡേഷ്. ഓക്കെ, അതായത് ഈ പബ്ലിക് സെക്ടർ കമ്പനിയിൽ ഗവൺമെൻറ് അതിൻ്റെ ഷെയർ വിൽക്കുന്ന ആ ഒരു പ്രക്രിയനെ എന്താണ് പറയുന്നത്? യെസ്, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, എന്താണ് ഉത്തരം? ഓപ്ഷൻ എ ആണ്, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. അതൊരു പ്രോസസ്സാണ്, അത് കൃത്യമായിട്ട് പഠിക്കുക. 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 9ാമത്തെ ചോദ്യം, എ മിക്സിംഗ് ഓഫ് ഗ്ലോബൽ കൾച്ചർ വിത്ത് എ ലോക്കൽ കൾച്ചർ ഈസ് നോൺ എസ്. നോക്കിയേ, ഗ്ലോബൽ കൾച്ചറും ലോക്കൽ കൾച്ചറുമായിട്ട്, മീൻസ് ആഗോളതലത്തിലുള്ള കൾച്ചറും ലോക്കൽ ലെവലിലുള്ള കൾച്ചറും തമ്മിൽ മിക്സ് ആയിക്കഴിഞ്ഞാൽ ആ പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കും? യെസ്, ഗ്ലോക്കലൈസേഷൻ എന്നാണ് വിളിക്കുന്നത് അല്ലേ. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഗ്ലോക്കലൈസേഷൻ ഓഫ് കൾച്ചർ എന്നാണ് പറയുക. അതായത് ഗ്ലോബൽ കൾച്ചറും ലോക്കൽ കൾച്ചറും ഒന്ന് ചേരുമ്പോൾ ഗ്ലോക്കലൈസേഷൻ എന്ന് പറയുന്നു. 10ാമത്തെ ചോദ്യം, ഹു കോയിൻഡ് ദ കോൺസെപ്റ്റ് ഓഫ് ഏലിനേഷൻ? ഏലിനേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആരായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്? യെസ്, കാൾ മാക്സിൻ്റെതാണല്ലേ. +1 നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. കാറൽ മാക്സ് ആണ് ഏലിനേഷൻ എന്ന് പറയുന്ന എന്താണ് കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ എന്താണ് 1 വേർഡ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മലയാളം മീഡിയത്തിൻ്റെ ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. സമൂഹശാസ്ത്ര സങ്കല്പത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്നാണ് ചോദിക്കുന്നത്. ആരാണ്? CW മിൽസ് ആണ്. ഓക്കെ, CW മിൽസ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. 2ാമത്തെ ചോദ്യം, ദൊരൈ ഗ്രാമത്തിലെ ആഴ്ച ചന്തകളെക്കുറിച്ച് പഠനം നടത്തിയ നരവംശ ശാസ്ത്രജ്ഞൻ ആരാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ആൽഫ്രഡ് ജെല്ലാണ്. ആൽഫ്രഡ് ഗെല്ലാണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ദൊരൈ ഗ്രാമത്തെ പറ്റി പഠിച്ച വ്യക്തിയാണ് ആര്? ആൽഫ്രഡ് ഗെൽ എന്ന് പറയുന്നത്. 3ാമത്തെ ചോദ്യം, സത്യശോധക സമാജം സ്ഥാപിച്ചത് ആരായിരുന്നു? യെസ്, ജ്യോതിബ ഫുലെയാണ് സത്യശോധക സമാജം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി 4ാമത്തെ ചോദ്യം, മതപരമായ സ്വത്വത്തെ അടിസ്ഥാനമാക്കിയുള്ള ആക്രമണോത്സുകമായ സങ്കുചിത്വം താഴെ പറയുന്നവരിൽ നിന്നും കണ്ടെത്തുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. വർഗീയതയാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി, വർഗീയതയാണ് നമുക്ക് ആൻസർ വരുന്നത്. എല്ലാവരും ഇതൊന്ന് വായിച്ച് പഠിച്ചിട്ട് വേണം പോകാനായിട്ട് കേട്ടോ. ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇനി 5ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പി ആരാന്നാണ് ചോദിക്കുന്നത്. ആരാണ്? എല്ലാവർക്കും അറിയാം, ഡോക്ടർ BR അംബേദ്കർ ആണ്
ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പി എന്ന് പറയുന്നത് അല്ലേ. ഇനി ആറാമത്തെ ചോദ്യം ഏതാണ്? സാങ്കേതിക വിദ്യയിലും ഉൽപാദന പ്രക്രിയകളിലുമുള്ള പുരോഗതിയെ വിളിക്കുന്നത് എന്തെന്നാണ്? ഓക്കെ, അതായത് സാങ്കേതിക വിദ്യയും പുരോഗമിച്ചു, ഉൽപാദന പ്രക്രിയയും കൂടി. അപ്പോൾ ആ ഒരു പുരോഗതിയെ നമുക്ക് എന്ത് പറയാം? ആധുനികവൽക്കരണം എന്ന് പറയാം അല്ലേ. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ നമുക്കത് കിട്ടും അല്ലേ. സാങ്കേതികമായിട്ട് നമ്മൾ പുരോഗതി പ്രാപിച്ചു, നമ്മുടെ എന്താണ് ഉൽപാദന പ്രക്രിയയിലും പുരോഗതി വന്നു അല്ലേ. അപ്പോൾ അതിന് നമുക്ക് എന്ത് പറയാം? ആധുനികവൽക്കരണം എന്ന് പറയാനായിട്ട് പറ്റും. ഇനി ഏഴാമത്തെ ചോദ്യം, കൊളോണിയൽ ഇന്ത്യയിലെ മാറ്റങ്ങളുടെ തലങ്ങൾ വിശദമാക്കിയ സമൂഹശാസ്ത്രജ്ഞൻ ആരാന്നുള്ളതാണ്. ഓക്കെ, കൊളോണിയൽ ഇന്ത്യയിലുണ്ടായ മാറ്റങ്ങളുടെ വിവിധതരം മാറ്റങ്ങളെ പറ്റി പറഞ്ഞ സമൂഹശാസ്ത്രജ്ഞൻ ആരാണ്? സതീഷ് സാബർവാളാണ്. ഓക്കെ, സതീഷ് സാബർവാളാണ് ആ ഒരു മാറ്റങ്ങളെ പറ്റിയിട്ട് പറഞ്ഞ സോഷ്യോളജിസ്റ്റ് എന്ന് പറയുന്നത്. സതീഷ് സാബർവാളാണ്, പഠിച്ചു വെക്കുക. എട്ടാമത്തെ ചോദ്യം, ഗവൺമെൻറ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിറ്റഴിക്കുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയും. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്, ഓപ്ഷൻ എ. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് 2 മാർക്കിനും ചോദിക്കുന്ന പ്രത്യേക ചോദ്യമാണ്. അതുകൊണ്ട് ഇത് പ്രത്യേകം നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്ത് തന്നെ വയ്ക്കണം, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, 9ാമത്തെ ചോദ്യം, ആഗോള സംസ്കാരവും പ്രാദേശിക സംസ്കാരവും ഇടകലരുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് എന്താണെന്നുള്ളതാണ് കേട്ടോ. എന്താണ്? ഗ്ലോക്കലൈസേഷൻ എന്നാണ് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അതായത് ആഗോള സംസ്കാരവും നമുക്കെവിടെയുള്ള പ്രാദേശിക സംസ്കാരവും ഒത്തുചേരുന്ന ഒരു പ്രക്രിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്ലോക്കലൈസേഷൻ എന്ന് പറയുന്നത്. ആഗോള സംസ്കാരവും പ്രാദേശിക സംസ്കാരവും ഒരുമിച്ച് ചേരുമ്പോൾ എന്ത് പറയും? ഗ്ലോക്കലൈസേഷൻ എന്നാണ് പറയുന്നത്. 10ാമത്തെ ചോദ്യം, എന്താണ് അന്യവൽക്കരണം എന്ന ആശയം ആവിഷ്കരിച്ചതാരാണ്? അന്യവൽക്കരണം എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നത് കാൾ മാർക്സ് ആണ് കേട്ടോ. കാൾ മാർക്സ് ആണ് അന്യവൽക്കരണം എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അത് +1 പഠിച്ചിട്ടുള്ള കാര്യമാണല്ലോ. സോ അന്യവൽക്കരണം കാൾ മാർക്സ് ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചോദ്യപേപ്പറിലുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് 2025 സോഷ്യോളജി ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള 1 വേർഡ്സ് ആണ്. ഓക്കെ, വേഗത്തിൽ നമുക്ക് നോക്കാം. ദ അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് സീഡ് റൈറ്റ് മിൽസ് ഇൻട്രൊഡ്യൂസ് ദ കോൺസെപ്റ്റ് ഓഫ് അല്ലേ. നമുക്കറിയാമെന്നുള്ള കാര്യമാണ്. ഏതാണ് ഉത്തരം? സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അല്ലേ. അപ്പോൾ നേരത്തെ 2024 നേരെ തിരിച്ചാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഫസ്റ്റ് ചോദ്യമായിട്ട് തന്നെ വരികയും ചെയ്തു അല്ലേ. അപ്പോൾ ഓർത്ത് വയ്ക്കുക അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. സോ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ആര് കൊണ്ടുവന്നതാണ്? C.W. മിൽസ് ആണ്, അല്ലെങ്കിൽ സി റൈറ്റ് മിൽസ് ആണ്. അദ്ദേഹം ഒരു അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് കൂടിയാണ്. പഠിച്ചു വയ്ക്കുക ആരെങ്കിലും ഇനി പഠിക്കാത്തതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ഇനി 2ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. സെക്സ് റേഷ്യോ മീൻസ്. സെക്സ് റേഷ്യോനെ പറ്റിയിട്ടും ചോദിക്കുന്നതാണ് കേട്ടോ എപ്പോഴും. സോ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ദ നമ്പർ ഓഫ് ഫീമെയിൽസ് പെർ 1000 മെയിൽസ് ഇൻ എ ഗിവൺ ഏരിയ അറ്റ് എ സ്പെസിഫൈഡ് ടൈം അല്ലേ. സെക്സ് റേഷ്യോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു പ്രത്യേക കാലയളവിൽ ഒരു പ്രത്യേക ഏരിയയിൽ മീൻസ് ജീവിക്കുന്ന 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകളുണ്ട് എന്നുള്ളൊരു കണക്കാണ് സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ഡെഫിനേഷനാണ്. അത് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. സെക്സ് റേഷ്യോ 1 വേർഡിന് ചോദിച്ചില്ലെങ്കിൽ 2 മാർക്കിൻ്റെ സെക്ഷനിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ഇനി 3ാമത്തെ ചോദ്യം, പ്രോമിനൻറ്റ് ട്രൈബൽ ലീഡർ ഹു ഹെഡഡ് ദ ജാർഖണ്ഡ് മൂവ്മെൻറ്റ്. നമ്മുടെ ഏറ്റവും അവസാനത്തെ പാഠമില്ലേ 15ാമത്തെ ചാപ്റ്റർ സോഷ്യൽ മൂവ്മെൻറ്റ്സിനെ പറ്റി പഠിക്കുന്ന ആ ഒരു ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. ഓക്കെ, ജാർഖണ്ഡ് മൂവ്മെൻറ്റ് നയിച്ച ട്രൈബൽ ലീഡർ ആരാന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ബിർസ മുണ്ടയാണ് കേട്ടോ. ഓപ്ഷൻ ബി ബിർസ മുണ്ടയാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ബിർസ മുണ്ടയായിരുന്നു ജാർഖണ്ഡ് മൂവ്മെൻറ്റ് നയിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, 4ാമത്തെ ചോദ്യം നോക്കുക. വിച്ച് എമംഗ് ദ ഫോളോവിങ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ദ തിയറി ഓഫ് സോഷ്യൽ മൂവ്മെൻറ്റ്. ഇതും അതേ സെയിം ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. തിയറി ഓഫ് സോഷ്യൽ മൂവ്മെൻറ്റ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. സോഷ്യൽ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പല തിയറീസിനെ പറ്റിയിട്ട് അല്ലേ, 3-4 തിയറീസിനെ പറ്റി പഠിക്കുന്നുണ്ട്. അതിലേതാണ് ഇതിലേതൊക്കെയാണ് തിയറീസായിട്ട് വരാത്തത് എന്നുള്ളതാണ്. ഈസി ചോദ്യമാണ്. മാൽത്തൂസിയൻ തിയറി മാത്രമാണ് ഇവിടെ മീൻസ് സോഷ്യൽ മൂവ്മെൻറ്റ് തിയറി ആയിട്ട് വരാത്തത് അല്ലേ. ബാക്കി ഈ ഒരു റിലേറ്റീവ് ഡിപ്രൈവേഷനും മാൻകർ ഓൾസൻ്റെ തിയറിയും റിസോഴ്സ് മൊബിലൈസേഷൻ തിയറിയും ഒക്കെ നമുക്കറിയാം എവിടെ വരുന്നതാണ്? സോഷ്യൽ മൂവ്മെൻറ്റിൻ്റെ തിയറിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. പക്ഷേ മാൽത്തൂസിയൻ തിയറി മാത്രം വേറിട്ട് നിൽക്കുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ആ തിയറീസ് പഠിച്ചിട്ടുള്ളവർക്ക് അത് ഈസി ആയിട്ട് കിട്ടും. ഇനി അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം. ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ നോൺ കമ്മോഡിറ്റി ഇൻ ടു എ കമ്മോഡിറ്റി ഈസ് നോൺ ആസ്. അതായത് ഒരു നോൺ കമ്മോഡിറ്റിയായി മാറുന്ന ഒരു പ്രക്രിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ്, അവിടെ ഉത്തരമായിട്ട് വരുന്നത് കമ്മോഡിഫിക്കേഷൻ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ്. കമ്മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു ഷോർട്ടസ്റ്റ് ആയിട്ടൊക്കെ ചോദിക്കുന്ന ഒരു ടോപ്പിക് കൂടിയാണ് കേട്ടോ. ഒരു 4-5 മാർക്കിനൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ 1 വേർഡ് ആയിട്ടൊക്കെ വരാം. ഓക്കെ, അപ്പോൾ അത് ആക്ച്വലി ജസ്റ്റ് 1 വേർഡ് ആയിട്ട് മാത്രമല്ല, അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് കമ്മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു നോൺ കമ്മോഡിറ്റി ആയിട്ടുള്ള കാര്യം. അതായത് ഇപ്പോൾ നമുക്കറിയാം ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ മുന്നത്തെ കാലത്ത് എന്നൊക്കെ പറയുമ്പോൾ ഈ വെള്ളം എന്ന് പറയുമ്പോൾ അതൊരു
ഉൽപ്പന്നമായിട്ട് നമ്മൾ കണക്കാക്കിയിരുന്നില്ല. അതായത് പൈസ കൊടുത്തൊന്നും മേടിക്കുന്ന കാര്യമല്ല ഈ ഒരു വാട്ടർ എന്ന് പറയുന്നത് അല്ലേ. സാധാരണ രീതിയിൽ നമുക്ക് എന്താണ് പറയുക ഉള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇപ്പോൾ പല സിറ്റീസിലോട്ടൊക്കെ നമ്മൾ നോക്കുമ്പോൾ മിനറൽ വാട്ടേഴ്സായിട്ടും ബോട്ടിലൊക്കെ നമ്മൾ വെള്ളം മേടിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഒരു കാലത്ത് അതൊരു കമ്മോഡിറ്റി ആയിരുന്നില്ല, പക്ഷെ അതിപ്പോൾ ഒരു കമ്മോഡിറ്റി ആയിട്ട് ഒരു ഉൽപ്പന്നമായിട്ട് മാറി അല്ലേ. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കമ്മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്ക് വായിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ആറാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ എൻ എക്സാമ്പിൾ ഓഫ് എ സിവിൽ സൊസൈറ്റി ഫ്രം ദ ഫോളോവിങ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. സിവിൽ സൊസൈറ്റി ആക്ച്വലി ഒരു എസ്സേ ടോപ്പിക്കൊക്കെയാണ്, എവിടെ ഇപ്പോൾ 1 വേർഡിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ സിവിൽ സൊസൈറ്റിക്ക് ഒരു എക്സാമ്പിൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് എ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ അല്ലേ. NGO എന്ന് പറയുന്നത് ഒരു സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷനാണ്. ഓക്കെ, NGO നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഏഴാമത്തെ ചോദ്യം ദ പ്രീ കൺസീവ്ഡ് ഒപ്പീനിയൻസ് ഓർ ആറ്റിറ്റ്യൂഡ്സ് ഹെൽഡ് ബൈ മെമ്പേഴ്സ് ഓഫ് വൺ ഗ്രൂപ്പ് ടുവേർഡ്സ് അനദർ ഈസ് കോൾഡ് ഡാഷ്. എന്താണ് നമ്മൾ പറയുക? യെസ്, പ്രിജുഡൈസസ് എന്നല്ലേ. ഓപ്ഷൻ എ പ്രിജുഡൈസസ് അല്ലേ. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ പ്രിജുഡൈസ് എന്നാണ് നമ്മൾ പറയുക അല്ലേ. പ്രിജുഡൈസ് എന്ന് പറയുമ്പോൾ മുൻവിധി എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അത് ഒരു ഗ്രൂപ്പിനെ പറ്റിയോ വ്യക്തികളെ പറ്റിയിട്ടൊക്കെയോ നമ്മൾ മുൻകൂട്ടി നമ്മളിപ്പോൾ ഒരു വ്യക്തിനെ പറ്റിയിട്ട് മുൻകൂട്ടി അയാൾ ഇങ്ങനെ തന്നെയാണ് എന്ന് നമ്മൾ വിചാരിച്ച് വെക്കില്ലേ, അങ്ങനത്തെ ആ തോട്ട്സിനെയാണ് നമ്മൾ ഈ പ്രിജുഡൈസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ മീൻസ് അവിടെ പ്രോപ്പറായിട്ടുള്ള എവിഡൻസുകളില്ല, പക്ഷെ നമ്മൾ മീൻസ് ചിന്തിച്ച് വെക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ടീച്ചർ പുതുതായിട്ട് വരികയാണ്. അപ്പോൾ ആ ടീച്ചറിനെ കാണാനായിട്ട് അത്യാവശ്യം എന്താ പറയുക, അങ്ങനെ ചിരിക്കാത്തേക്ക് ഒരു ഇത്തിരി ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് നടക്കുന്ന ടീച്ചറാണെങ്കിൽ പൊതുവിൽ പറയും എന്താണ് ഈ ടീച്ചർ ഇത്തിരി സ്ട്രിക്റ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. മീൻസ് ആ ടീച്ചറിൻ്റെ സ്വഭാവം എന്താണെന്നോ എന്നുള്ള കാര്യമൊന്നും നമുക്ക് അറിയത്തില്ല പ്രോപ്പറായിട്ട്. അവിടെ ഒരു വ്യക്തമായ തെളിവുകളുമില്ല, പക്ഷെ നമ്മൾ ആ ഒരു ജസ്റ്റ് അവരുടെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഓൾറെഡി ഇങ്ങനെ മുൻകൂട്ടി വിചാരിക്കുകയാണ് അവർ ഇത്തിരി സ്ട്രിക്റ്റ് ആയിരിക്കും എന്നുള്ള രീതിക്ക്. അതാണ് ഈ പ്രിജുഡൈസ് എന്ന് പറയുന്നത്. നമുക്ക് പ്രോപ്പർ എവിഡൻസ് ഇല്ലാണ്ട് നമ്മൾ നേരത്തെ കൂട്ടി ആലോചിച്ച് തീരുമാനിച്ച് വെക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, ദാറ്റ് ഈസ് പ്രിജുഡൈസ്. ഇനി എട്ടാമത്തെ ചോദ്യം ദ ഗവൺമെൻറ് ഈസ് ട്രൈങ് ടു സെൽ ഇറ്റ്സ് ഷെയർ ഇൻ സെവറൽ പബ്ലിക് സെക്ടർ കമ്പനീസ് ഈസ് നോൺ ആസ്. നേരത്തെ കണ്ട അതേ ചോദ്യം അല്ലേ. ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ്, ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞതാണല്ലോ. ഇനി ഒമ്പതാമത്തെ ചോദ്യം the changes brought about in Indian society and culture as a result of over 150 years of British rule is known as dash. ഓക്കെ, അപ്പോൾ 150 വർഷത്തോളമുള്ള ബ്രിട്ടീഷിൻ്റെ ഭരണം. ഓക്കെ, അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിലും നമ്മുടെ സംസ്കാരത്തിലൊക്കെ വന്ന മാറ്റങ്ങളെ എന്തെന്നാണ് പറയുന്നത്? എന്തെന്ന് പറയും? ഓക്കെ, വെസ്റ്റേണൈസേഷൻ എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, വെസ്റ്റേണൈസേഷൻ അല്ലെങ്കിൽ പാശ്ചാത്യവൽക്കരണം എന്ന് പറയില്ലേ, ആ ഒരു സംഭവമാണ് കേട്ടോ. ഇതും ആക്ച്വലി ഒരു എസ്സേ ടോപ്പിക് അല്ലെങ്കിൽ ഷോർട്ട് എസ്സേറ്റൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇപ്പോൾ ഇവിടെ 1 വേർഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് വെസ്റ്റേണൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. സോ എന്താണ് നമുക്ക് ഈ ഒരു ബ്രിട്ടീഷ് റൂളിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് ഇവിടെ ഉണ്ടായ ഒരു മാറ്റത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ബ്രിട്ടീഷ് റൂളിന് ശേഷമാണ് നമ്മുടെ ഇന്ത്യയിൽ റെയിൽവേസ് വന്നത് അല്ലേ. അവരുടെ ആ ഒരു ഭരണകാലത്താണ് അത് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വന്നതൊക്കെ ബ്രിട്ടീഷ് റൂളിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യയിൽ ആ ഒരു സംഭവമൊക്കെ വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് റെയിൽവേസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് ഭാഷ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്, അതിലൂടെ നമുക്ക് ഒരു പുരോഗതി ഉണ്ടായി. ദാറ്റ് ഈസ് വെസ്റ്റേണൈസേഷൻ. ഓക്കെ, ഇനി 10ാമത്തെ ചോദ്യം നെയിം ദ ഫേമസ് സോഷ്യോളജിസ്റ്റ് ഹു ആർഗ്യൂസ് ദാറ്റ് ദ യൂസ് ഓഫ് മെഷീനറി ആക്ച്വലി ഡീസ്കിൽസ് വർക്കേഴ്സ്. അതായത് മെഷീൻസ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, യന്ത്രങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഈ മീൻസ് വ്യക്തികളുടെ മീൻസ് വർക്കേഴ്സ് ഉണ്ടല്ലോ അവരുടെ സ്കില്ലിനെ അത് ബാധിക്കും, സ്കില്ല് കുറഞ്ഞു പോകുമെന്ന് പറഞ്ഞത്, തൊഴിലാളികളുടെ സ്കില്ല് കുറഞ്ഞു പോകുമെന്ന് പറഞ്ഞ സോഷ്യോളജിസ്റ്റ് ആരെന്നാണ് ചോദിക്കുന്നത്. ആൻസർ വരുന്നത് ഹാരി ബ്രാവർമാൻ ആണ് കേട്ടോ. ഹാരി ബ്രാവർമാൻ. ഓക്കെ, ഹാരി ബ്രേവർമാൻ. ഓക്കെ, അപ്പോൾ യൂസ് ഓഫ് മെഷീനറി ആക്ച്വലി ഡീസ്കിൽസ് വർക്കേഴ്സ് എന്ന് പറഞ്ഞത് ആരായിരുന്നു? ഹാരി ബ്രേവർമാൻ എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു സോഷ്യോളജിസ്റ്റാണ്. ഓക്കെ, ദെൻ നമുക്കിനി മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻസ് കൂടി വേഗത്തിൽ നോക്കാം. അമേരിക്കൻ സമൂഹശാസ്ത്രജ്ഞൻ സി റൈറ്റ് മിൽസ് അവതരിപ്പിച്ച ആശയമാണ് എന്ത്? ഒന്ന് എസ്, ഓപ്ഷൻ സി ആണ് ഉത്തരം, സമൂഹശാസ്ത്ര സങ്കല്പം അല്ലേ. സമൂഹശാസ്ത്ര സങ്കല്പമാണ് നമുക്ക് ആൻസറായിട്ട് വരുന്നത്. സി റൈറ്റ് മിൽസ് കൊണ്ടുവന്നതാണ് സമൂഹശാസ്ത്ര സങ്കല്പം എന്ന് പറയുന്നത്. ഇനി ലിംഗാനുപാതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ഒരു നിർദ്ദിഷ്ട സമയത്ത് ഒരു നിശ്ചിത പ്രദേശത്ത് 1000 പുരുഷന്മാർക്ക് സ്ത്രീകളുടെ എണ്ണം അല്ലേ, അതാണ് ലിംഗാനുപാതം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം ജാർഖണ്ഡ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ ഗോത്ര നേതാവ് ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ബിർസ മുണ്ടയാണ്. ബിർസ മുണ്ട. ഓക്കെ, നാലാമത്തെ ചോദ്യം
താഴെ പറയുന്നവയിൽ ഏതാണ് സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ സിദ്ധാന്തവുമായി ബന്ധമില്ലാത്തത് എന്നാണ് ചോദിക്കുന്നത്. സോ എവിടെ വരുന്നത് മാൽത്തൂസിയൻ സിദ്ധാന്തമാണ്. ഓക്കെ, നമുക്കറിയാം സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ പല സിദ്ധാന്തങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതാണ് ആപേക്ഷിക അപഹരണ സിദ്ധാന്തം, മാൽക്കൽ ഓൾസന്റെ സിദ്ധാന്തമുണ്ട്, വിഭവ സമാഹരണ സിദ്ധാന്തമുണ്ട്. ഓക്കെ, പക്ഷേ അപ്പോൾ ഇതിൽ ബന്ധമില്ലാത്തതാണല്ലോ ചോദിക്കുന്നത്. മറ്റേ ഇത് മൂന്നും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യമാണ്. മാൽത്തൂസിയൻ സിദ്ധാന്തം മാത്രമാണ് വേറിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ആൻസറായിട്ട് വരിക. ഇനി 5ാമത്തെ ചോദ്യം, ഒരു ചരക്ക് അല്ലാത്ത വസ്തുവിനെ ഒരു ചരക്കാക്കി മാറ്റുന്നതിന് എന്തെന്നാണ് പറയുക? വസ്തുവൽക്കരണം എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. വസ്തുവൽക്കരണമാണ് ആ ഒരു പ്രോസസ്സിൻ്റെ പേര്. മീൻസ് ഒരു കാലത്ത് അതൊരു ചരക്കായിരുന്നില്ല, പക്ഷെ പിന്നെ അത് ചരക്കാക്കി മാറ്റുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ മുന്നേ ഒക്കെ ഈ വെള്ളം വാട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്ന ഒരു കാര്യം ആയിരുന്നില്ല അല്ലേ. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണ്, ഇപ്പോൾ മേജറായിട്ടുള്ള സിറ്റീസിലൊക്കെയാണ് കേട്ടോ, കൂടുതലും അങ്ങനെയുള്ള ടൗൺസിലൊക്കെ വാട്ടർ എന്നൊക്കെ പറയുമ്പോൾ ബോട്ടിൽ അവർ പൈസ കൊടുത്ത് മേടിക്കുന്ന ഒരു അവസ്ഥയാണ് അല്ലേ. അപ്പോൾ ഒരു കാലത്ത് ഒരിക്കലും ഒരു ഉൽപ്പന്നമായിരുന്നില്ല, ഒരു ചരക്കായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ അത് ചരക്കായി മാറിയിട്ടുണ്ട്, ഒരു ഉൽപ്പന്നമായിട്ട് മാറി. ഓക്കെ, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ വസ്തുവൽക്കരണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 6ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, താഴെ പറയുന്നവയിൽ പൗരസമൂഹത്തിന് ഉദാഹരണം ഏതെന്നാണ് ചോദിക്കുന്നത്. ഓഫ് കോഴ്സ് NGO അല്ലെ, ഒരു സർക്കാരിതര സംഘടന അല്ലെങ്കിൽ NGO, ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. പൗരസമൂഹത്തിൻ്റെ ഉദാഹരണമാണ് കേട്ടോ അത്. ഇനി 7ാമത്തെ ചോദ്യം, മറ്റുള്ളവരെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റ് സംഘങ്ങളെ പറ്റി മുൻകൂട്ടി രൂപകൽപ്പന ചെയ്യുന്ന മനോഭാവങ്ങളെയോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളെയോ ഡേഷ് എന്ന് പറഞ്ഞു. മുൻകൂട്ടി നമ്മൾ രൂപകൽപ്പന ചെയ്യുന്ന മനോഭാവങ്ങൾ എന്തെന്നാണ് പറയുക? മുൻവിധികൾ അല്ലേ. ആ ഒരു ഡെഫിനേഷൻ വായിക്കുമ്പോൾ തന്നെ അത് ആൻസർ കിട്ടും. മുൻവിധികൾ എന്നാണ് പറയുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി 8ാമത്തെ ചോദ്യം, സർക്കാർ നിരവധി പൊതുമേഖലാ കമ്പനികളിൽ അതിൻ്റെ ഓഹരി വിൽക്കാൻ ശ്രമിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്താ പറയുന്നത്? ഓക്കെ, ഓഹരി വിറ്റഴിക്കൽ. നേരത്തെ നമ്മൾ ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് കേട്ടില്ലേ, അതിൻ്റെ മലയാളം വാക്കാണ് കേട്ടോ ഓഹരി വിറ്റഴിക്കൽ. അപ്പോൾ നേരത്തെ ചോദ്യ പേപ്പറിൽ ആ ഒരു മലയാളം വേർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് എന്നായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. പക്ഷേ ഇവിടെ ഇപ്പോൾ അതിനെ കറക്റ്റ് മലയാളം വേർഡ് കൊടുത്തിട്ടുണ്ട്, ഓഹരി വിറ്റഴിക്കൽ. അപ്പോൾ 2 വേർഡും ഒന്നാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഏത് ചോദിച്ചാലും നമുക്ക് അവിടെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഓഹരി വിറ്റഴിക്കൽ എന്ന് പറഞ്ഞാലും ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്, സെയിം തന്നെയാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി 9ാമത്തെ ചോദ്യം, 150-ലേറെ വർഷത്തെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഫലമായി ഇന്ത്യൻ സമൂഹത്തിലും സംസ്കാരത്തിലും ഉണ്ടായ മാറ്റങ്ങളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പാശ്ചാത്യവൽക്കരണം. ഓക്കെ, പാശ്ചാത്യവൽക്കരണം എന്നാണ് ആൻസർ വരുന്നത് കേട്ടോ. അപ്പോൾ 150-ലേറെ വർഷത്തെ ബ്രിട്ടീഷ് ഭരണത്തിന് ഫലമായി ഇന്ത്യൻ സമൂഹത്തിലും സംസ്കാരത്തിലൊക്കെ ഉണ്ടായ മാറ്റങ്ങളെയാണ് പാശ്ചാത്യവൽക്കരണം എന്ന് പറയുന്നത്. 10ാമത്തെ ചോദ്യം, യന്ത്രങ്ങളുടെ ഉപയോഗം തൊഴിലാളികളുടെ വൈദഗ്ധ്യത്തെ യഥാർത്ഥത്തിൽ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് എന്ന് അഭിപ്രായപ്പെട്ട പ്രശസ്ത സമൂഹശാസ്ത്രജ്ഞൻ്റെ പേരെന്താണ്? ഹാരി ബ്രേവർമാൻ ആണ് കേട്ടോ. ഹാരി ബ്രേവർമാൻ എന്നാണ് അവിടെ ആൻസർ വരുന്നത്. ഹാരി ബ്രേവർമാൻ ആണ് കേട്ടോ. ഓക്കെ, ഹാരി ബ്രേവർമാൻ എന്ന് പറയുന്ന സമൂഹശാസ്ത്രജ്ഞനാണ് എന്ത് പറഞ്ഞത്? യന്ത്രങ്ങളുടെ ഉപയോഗം തൊഴിലാളികളുടെ സ്കില്ലിനെയൊക്കെ മോശമായിട്ട് ബാധിക്കുന്നു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റായിട്ട് അറിയിക്കുക. ലെന്ത് നന്നായിട്ട് കൂടി പോകുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നുണ്ടായിരിക്കും. പിന്നെ ഇത് ഉപയോഗപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് തരാൻ മറന്നു പോരുത്. ഇനി വേറെ എന്തെങ്കിലും ടൈപ്സ് ഓഫ് വീഡിയോസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. പിന്നെ സോഷ്യോളജി റിലേറ്റഡ് ആയിട്ട് ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേകളുടെ വീഡിയോ അത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവരൊന്ന് കയറി കണ്ടു നോക്കാം കേട്ടോ. സോ അത്രയേ ഉള്ളൂ. താങ്ക് യു.